നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ വളരെ നല്ലതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളത് അറിയാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു താല്പര്യം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. പക്ഷെ പലരും നമ്മളോട് പെരുമാറുന്ന രീതി അല്ലെങ്കിൽ പുറമെ കാണിക്കുന്ന സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല നമ്മളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ തൊടുകുറി വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയുന്നതാണ്. ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ പറയാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസാ പുഷ്പമാണ്, പനനീർ പൂവാണ്. ഈ പനനീർ പൂവിന്റെ ഒരു പ്രത്യേകത എന്താണ്? മൂന്നും പനനീർ പൂവാണ്, പക്ഷെ വ്യത്യസ്ത നിറങ്ങളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലതരത്തിലുള്ള പുഷ്പങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലർക്കും പല പൂവിനോടും ഒരു പ്രത്യേകമായിട്ടുള്ള ഇഷ്ടമുണ്ടാവാം. അപ്പോൾ ആ ഒരു ഇഷ്ടത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കും നിങ്ങൾ ഇതിൽ നിന്നും ഒരു പുഷ്പം തിരഞ്ഞെടുക്കുന്നത്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു കാൽക്കുലേഷൻ ആയിരിക്കില്ല നിങ്ങളുടെ മനസ്സ് പറയുന്നത്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റായ ചില കാര്യങ്ങൾ ഇതിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരേ പുഷ്പം തന്നെ 3 നിറത്തിൽ എടുത്തിരിക്കുന്നത്. മൂന്നും വളരെ മനോഹരമായിട്ടുള്ള റോസാ പുഷ്പമാണ്. അതിന്റെ 3ന്റെയും മുകളിലായിട്ട് ഞാൻ 1, 2, 3 എന്നിങ്ങനെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. നിങ്ങളുടെ മനസ്സിന്റെ അഭിരുചിക്കനുസരിച്ച് ഇതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കുക. ഒന്നുകിൽ 1-ാം നമ്പർ പുഷ്പം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ 2-ാം നമ്പർ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ 3-ാം നമ്പർ തിരഞ്ഞെടുക്കാം. പുഷ്പം 3ഉം പനനീരാണ്, അതിന്റെ നിറങ്ങളിലാണ് വ്യത്യാസമുള്ളത്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ഫീലിങ്സ് എന്താണോ ആ ഒരു ഫീലിങ്സ് ആയിരിക്കും നിങ്ങളെ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് ഇവിടെ നിന്നും, അതായത് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ. നേരെമറിച്ച് കെയർലെസ് ആയിട്ട് ചുമ്മാ ഒന്ന് തൊടുകയാണ് എന്ന് കരുതി അലസമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കില്ല. ഇപ്പൊ ഇവിടെ ഇത്രയും വിസ്തരിച്ച് പറയാനുള്ള കാരണം മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ആധുനിക ശാസ്ത്രമാണ്. ആ രീതി തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെയും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു തൊടുകുറിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായിട്ട്. അപ്പൊ ശരി, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. അങ്ങനെ മനസ്സ് ശാന്തമാക്കാൻ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ എളുപ്പമാണ്. ഇപ്രകാരം മനസ്സിനെ ശാന്തമാക്കിയ ശേഷം ആരെക്കുറിച്ചിട്ടാണോ നിങ്ങൾക്ക് അറിയേണ്ടത്, ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് കണ്ണു തുറന്ന് മനസ്സ് പറയുന്ന ഇതിലെ ഏത് നിറത്തിലുള്ള റോസാ പുഷ്പമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്, ആ ഒരു പുഷ്പം അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു നിറത്തിലുള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു നിറം ഏതാണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത്, നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള റെഡ് കളർ റോസാപ്പൂവ് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഏറ്റവും ആദ്യം തന്നെ പറയുന്നത്. നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു ശുദ്ധഗതിക്കാരനാണ്. ആ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാനും നന്നാവണം, മറ്റുള്ളവരും നന്നാകണം എന്നുള്ള ചിന്താഗതി നിലനിർത്തുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയാണത്. ഈ വ്യക്തി നിങ്ങളുടെ സഹപ്രവർത്തകയോ അല്ലെങ്കിൽ സുഹൃത്തോ ആരുമാകാവുന്നതാണ്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയുമെങ്കിലും പിന്നീട് അയാൾ തന്നെ വിചാരിക്കും നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത്. അങ്ങനത്തെ ഒരു മനസ്സിനുടമയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടന്നു കിട്ടണമെന്ന് കുട്ടികളെ പോലെ ശാഠ്യം പിടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതവും ഇയാൾക്കുണ്ട്. ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവവും പ്രകൃതവും വാക്കുകളും നിങ്ങളെ പലപ്പോഴായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും
നിങ്ങൾ അത് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ചില വേളകളിൽ നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ചെയ്തികൾ നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അയാളുടെ മനസ്സിൽ നിങ്ങൾ ഒരു ശത്രുവല്ല, പകരം മിത്രമാണ്. എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ അയാൾ പല പ്രാവശ്യം തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നീട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞപ്പോൾ അയാൾക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെ ആയിപ്പോയി. അതുപോലെ തന്നെ ഇയാൾ കുറച്ചു ദിവസം നല്ല രീതിയിൽ പോകും, എന്നാൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവമായിരിക്കും നിങ്ങളോട് കാണിക്കുന്നത്. ഇത് നിങ്ങളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട്, ദേഷ്യം പിടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പെരുമാറുന്നതെങ്കിലും അയാൾ പിന്നീട് ഒറ്റയ്ക്ക് നിന്ന് എന്റെ ദുഃഖങ്ങൾ ആരോട് പറയാനാണെന്ന ധാരണയോടുകൂടി സങ്കടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് ഉടമയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ റോസാപുഷ്പമായിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള റോസാപുഷ്പം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള തൊടുകുറി ഫലം. ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ റോസാപ്പൂവായിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള റോസാപ്പൂ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച വ്യക്തി ആളൊരു പാവത്താനാണ്. ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവർ സന്തോഷമായിരുന്നാൽ മാത്രം മതി എന്ന ചിന്താഗതിയുള്ള വ്യക്തിയാണ് ഇയാൾ. ഇത് നിങ്ങളുടെ കൂട്ടുകാരിയാകാം, ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയാകാം, അതുപോലെ തന്നെ ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട വ്യക്തിത്വവുമായിരിക്കാം. ആരായാലും ശരി, നിങ്ങളുടെ മനസ്സിലൂടെ ആ ഒരു വ്യക്തിയെ ഞാൻ കാണുകയാണ്. നിങ്ങൾ അയാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അയാൾ അങ്ങനെ ഒരു ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ മറ്റേതോ ലോകത്താണെന്ന പോലെയാണ് മിക്കപ്പോഴും സംസാരിക്കുന്നതും പെരുമാറുന്നതും. നിങ്ങൾ തന്നെ പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട്, ഈ ആൾ ഇത്രയും കെയർലെസ് ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ കാരണം എന്താണെന്ന്. പല പ്രാവശ്യവും നിങ്ങൾ സംശയിച്ചു പോകേണ്ട ഒരു അവസ്ഥ പോലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തില് നിങ്ങളെക്കുറിച്ച് അയാൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. അതുതന്നെയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അയാൾക്ക് നിങ്ങളെ ഒഴിവാക്കാനും സാധ്യമല്ല. കാരണം നിങ്ങളുടെ സ്വഭാവ മഹിമയിൽ അയാൾ വളരെ സംതൃപ്തിയുള്ള കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അയാളെ കുറിച്ച് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലെങ്കിലും അയാളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പല പല സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. ഇത് പറയാൻ കാരണം അയാൾ നിങ്ങളോട് ചോദിക്കാൻ അയാളുടെ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി, അതും പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ നിങ്ങളിൽ നിന്ന് കിട്ടുന്നതെന്നോർത്ത് അയാൾ ആകെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യാകുലത പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്കതിൽ പരാതിയില്ല. കാരണം ഈ വ്യക്തി ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ആളാണെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. അതുമാത്രവുമല്ല, മറ്റൊരാളുടെ അടുത്തു നിന്നും ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ വ്യക്തിയിൽ നിന്ന് അങ്ങനെയൊരു സഹായഹസ്തം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുമുണ്ട്. ഇനി ഇയാളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, ഇയാൾ ഇതുവരെ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ട വിധത്തില് പരിപൂർണമായിട്ട് സാധിച്ചു കിട്ടിയിട്ടില്ല എങ്കിലും ഇയാൾ ഒരു പാവമല്ലേ എന്നോർത്ത് നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ഈ വ്യക്തിയുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമെങ്കിലും ഒരു കാര്യങ്ങളും നടത്തിയെടുക്കാനുള്ള ഒരു പ്രാപ്തി അയാൾക്കില്ല എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ അയാൾക്ക് ഒരു കാര്യം നിശ്ചയമാണ്, അതായത് നിങ്ങളുടെ ആത്മാർത്ഥതയെ അംഗീകരിക്കാതിരിക്കുന്നത് വളരെയധികം മോശമായി പോയി എന്നുള്ള പശ്ചാത്താപം അയാൾക്കുണ്ടായിട്ടുണ്ട്. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള റോസാപ്പൂവ്, മഞ്ഞ നിറത്തിലുള്ള പന്നനീർ പൂവ് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ മനസ്സ് ഏറിയ പങ്കും ക്രൂര സ്വഭാവമുള്ളതാണ്. ഇയാളുടെ മാനസികാവസ്ഥ ഒറ്റവാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ, ആര് ചത്താലും വേണ്ടില്ല, എനിക്ക് അടിയന്തരം ഉണ്ണണം എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാള്. അതായത് ഈ വ്യക്തിക്ക് അയാളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാൻ മാത്രം നന്നായാൽ മതി എന്നുള്ള ഒരു കുടില ചിന്താഗതി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഇയാള്. അതുപോലെ തന്നെ ഒരു ദയയുമില്ലാത്ത പെരുമാറ്റം, പരുഷമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക, ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഈ വ്യക്തിയുടെ പ്രകൃതമായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആരെ വഞ്ചിച്ചിട്ടും പണം നേടാനുള്ള ഒരു മിടുക്ക് ഈ വ്യക്തിയെ പോലെ മറ്റൊരാൾക്കും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ വ്യക്തിക്ക് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് നിങ്ങളോട് പുറത്ത് കാണിക്കാത്ത രീതിയിലാണ് പെരുമാറുന്നത്.
പക്ഷെ ഈ വ്യക്തിക്ക് വാസ്തവത്തിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. മറ്റുള്ളവരെ പലതും പറഞ്ഞു മയക്കി ചൂഷണം ചെയ്യുന്നത് പോലെ നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും വഴങ്ങുന്ന ടൈപ്പല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഭക്ഷണത്തോട് താല്പര്യമുള്ള ഒരു സ്വഭാവ പ്രകൃതമാണ് ഈ വ്യക്തിയുടേത്. വാസ്തവത്തിലെ ഇയാൾക്കൊപ്പമുള്ള സഹവാസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, അത്യാവശ്യം സന്ദർഭങ്ങളിൽ നിങ്ങളോട് കടം ചോദിക്കാനും എന്നാൽ അത് തിരികെ തരാൻ കൂട്ടാക്കാത്ത ഒരു സ്വഭാവ പ്രകൃതമുള്ള വ്യക്തിയും കൂടെയാണ് ഇയാൾ. അതുപോലെ തന്നെ ഈ വ്യക്തി പരദൂഷണം പറയാൻ വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഈ വ്യക്തിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കാതെ അന്യരുടെ കയ്യിലുള്ള പണം കൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കുകയും തത്സമയം മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അത് പെരുപ്പിച്ച് കാണിച്ച് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് ഈ വ്യക്തിയുടേത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലെങ്കിലും എന്തെങ്കിലും ആകട്ടെ ക്ഷമിച്ചേക്കാം എന്ന ധാരണയോടുകൂടി നിങ്ങൾ ഈ വ്യക്തിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധിച്ചിടപെട്ടില്ലെങ്കിൽ അവസരം കിട്ടിയാൽ നിങ്ങളെ ചൂഷണം ചെയ്യാനും മടിക്കാത്ത ഒരു വ്യക്തിയാണ് ഇവിടെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള റോസാപുഷ്പം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.